ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ജഗദീഷ് അത്തിപ്പറ്റ. ഞങ്ങളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയിരുന്നു. ഞങ്ങൾ വിവേക് എന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിൽ കയറാനിടയായി. കന്യാകുമാരി ടു ദിബ്രുഗഡ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ഭക്ഷണം വാങ്ങിച്ചിരുന്നു. കാരണം നമ്മളിപ്പോൾ റെയിൽവേയിലൊക്കെ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു. ചോറും മുട്ടക്കറിയും. നിങ്ങൾ ഈ കാണുന്നില്ലേ, ഈ ചോറിൽ മുട്ടക്കറിയും ചോറും, ഈ മുട്ടക്കറിയിൽ മുടിയാണ് കാണുന്നത്. എങ്ങനെ കഴിക്കും? 100 രൂപയാണ് ഇതിൻ്റെ ചാർജ്. ഞങ്ങൾ തന്ന ആ വ്യക്തിയെ ഞങ്ങൾ വിളിച്ച് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ വ്യക്തി ഞങ്ങളോട് ഉരുണ്ട് കളിച്ച് അതിലുപരി ഈ സാധനം മാറ്റി ബിരിയാണി തരാമെന്ന് പറഞ്ഞു. 120 രൂപൻ്റെ ബിരിയാണി ഇത് മാറ്റി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നിയില്ല. കാരണം നമ്മുടെ രാജ്യം ഒരുപാട് വളർന്നു, പക്ഷേ സിസ്റ്റം ഒന്നും കൃത്യമായി അപ്ഡേറ്റ് ഇല്ല. കാണുന്നില്ലേ നിങ്ങൾക്ക് ഈ മുടി കൃത്യമായിട്ട്? അപ്പോൾ ഇതിൻ്റെ അശാസ്ത്രീയ പാക്കിങ്ങും അതായത് വൃത്തിയില്ലായ്മയും ഒക്കെയാണ്. കാരണം ബംഗാളികളും ആസാമികളുമാണ് കൂടുതൽ ഇപ്പോൾ ഭക്ഷണം വിളമ്പുന്നത്. കാറ്ററിംഗ് മേഖലയിൽ ടെൻഡർ കൊടുത്തിട്ട് ഇപ്പോൾ അവരൊക്കെയാണ് ഇപ്പോൾ കൂടുതലും റെയിൽവേയിൽ കരാർ തൊഴിലാളികളായിട്ട് വരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ കഴിക്കാൻ തോന്നും? മലയാളികളായ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ആളുകളാണ് നമ്മൾ മുഴുവൻ. നമ്മൾ മലയാളികൾ എപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ മുന്നിലാണ്. നമ്മൾ ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ ശരി, വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ ശരി, നമ്മൾ മലയാളികൾ പൊതുവെ ലോകത്ത് എവിടെയും നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഭക്ഷണവും അതായത് റൂമുകളും വീടുകളും പരിസരങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്ന ആളുകളാണ്. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഇങ്ങനെയൊരു മുടി കിട്ടുമ്പോൾ നമുക്കൊരു പ്രയാസം. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. റെയിൽവേയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക.